Selling the state coming Anna Raju, Adviga, Dia Akhil, Preeti Alex, Rehana CB, Priya NG, Anisha, Yellow Hill, Sridevi, Devananda, Akshaya, Samar Chitra, Rijoy, Akhil, Silpa, Ani, Endala, എന്നിവരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുരേഷ് ഗോപി കടപ്പുറത്ത് എല്ലാവരുടെ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ തൃശ്ശൂരിന്റെ നാമിൽ എത്തിയിരിക്കുന്നത്. ജയപ്രകാശ് നാരായണന്റെ രണ്ടാം മുന്നണി പോരാളിയെ മറ്റൊരു രാഷ്ട്രീയ ഗുരു ശ്രീ വി എസ് വാര്യർ സുരേഷ് ഗോപിയിൽ നിന്നും ബിജെപിയുടെ അംഗത്വം സ്വീകരിക്കുന്നു. നിരവധി വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ച ശ്രീമതി ഷൈനി വേദിയിലേക്ക് ചേരേണ്ടതാണ്. സുനിൽകുമാർ കാട്ടിക്കുളം, ഉണ്ണിച്ചക്കൻ മുപ്പി, ഡോക്ടർ ബിന്ദു, അഡ്വക്കേറ്റ് അഖില, സുരേഷ് കുമാർ പാലത്തിങ്കൽ, രാജീവ് നടക്കാരൻ, അതുൽ ആതുര, ഗോപാലൻ, വേണു കോട്ടക്കാരൻ, ഷിജിൽ, കുമാരി സുബ്രൻ, ചന്ദ്രൻ മോഹനൻ, ദിനേശൻ മാസ്റ്റർ, ചന്ദ്രൻ മണിക്കത്തോടൻ, സുനന്ദ, മണികണ്ഠ ശർമ്മ, ഷൺമുഖൻ, മാധവൻ, ആഷിഖ് ബാബു, രേഖ, രാമകൃഷ്ണൻ, മണി പി കെ, രാധ കെ എൻ, ശർമ്മ ടി എസ്, ഓം പ്രകാശ് വർമ്മ, ബബിത എ കെ, സൗമ്യ മനോജ്, സുധിന രാജേഷ്, ജിൻസി മനോജ്, മല്ലിക, ശാന്ത അരിക്കട്ട്, വിനയകുമാർ, സിന്ധു ശെൽവം, ശെൽവം കൃഷ്ണൻ, രമ്യ സുനിൽകുമാർ, സന്ദീപ് ബാലൻ, കനക ബാലൻ, ബിന്ദു വേണു, അശ്വതി, രാജൻ, ശ്രീരാജ്, ടി കെ രാമു, സരോജിനി, സുഗതൻ ടി സി, ശാന്ത, കാർത്യായനി, ടി സി അജയ്കുമാർ, വിരൺ ഘോഷ്, അഭിഷേക് കെ കെ, അശോകൻ ടി എസ്, സന്ദീപ് ടി ഡി, എ എ സന്തോഷ്. ശേഷം ആളുകളെ സ്വീകരിക്കാൻ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒറ്റ ആവശ്യമായുണ്ട്. ഒരു നല്ല അവസരമാണ് എനിക്ക്. ആ അവസരം നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അനുഗ്രഹമായി എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ആ അവസരം കൊണ്ട് കിട്ടുന്ന അധികാരത്തിൽ ഞാൻ ആ അവസരം നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പു തരിക. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തെയും അതിന് മുന്നേ
ഉള്ള 5 വർഷത്തെയും 2 പ്രബല രാഷ്ട്രീയ കക്ഷിയിലെയും MP-മാർ നിങ്ങൾക്ക് എന്ത് വാക്ക് തന്നു, എത്രമാത്രം പാലിച്ചു എന്ന ചരിത്രം തിരുത്തി എഴുതുന്ന തരത്തിൽ മികവുറ്റ ഒരു MP-യുടെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കും. മാത്രമല്ല, തൃശ്ശൂർ MP ഞാനാണെങ്കിൽ തൃശ്ശൂരിൽ ഞാൻ ഒതുങ്ങില്ല. കേരളത്തിന് വേണ്ടി മുഴുവൻ വർത്തിക്കുന്ന ഒരു MP ആയിരിക്കും, ആഖ്യാതി തൃശ്ശൂർകാർക്കായിരിക്കും എന്നുകൂടി ഉറപ്പ് നൽകുകയാണ്. പറ്റുന്നതേ പറയും, പറയുന്നത് ചെയ്തിരിക്കും. തൃശ്ശൂർ നിങ്ങൾ തന്നാൽ ഉറപ്പാണ് ഞാൻ എടുത്തിരിക്കും. പിന്നെ തൃശ്ശൂര് ഇവിടെ ചേച്ചി നമസ്കാരം. ചേച്ചി സുരേഷ് സാധ്യതയുണ്ട്, ജയിക്കും. എന്താ കാരണം? എന്താ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് ജനങ്ങൾക്ക് അത് ഉറപ്പ് തന്നെ. സുരേഷ് ഗോപി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയോ? പിന്നെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കെ മുരളീധരനോട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കാണല്ലോ. ഏതെങ്കിലും തരത്തില് സുരേഷ് ഗോപിക്ക് ഒരു പ്രതിസന്ധിയാണോ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് സുരേഷ് ഗോപി? നല്ല പ്രവർത്തനം. എന്താ അങ്ങനെ ജയിക്കാൻ സാധ്യത? ആള് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ആളാണ്. ഒരുപാട് ഉപകാരങ്ങൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികള് മോശമാണോ? സ്ഥാനാർത്ഥികൾ മോശമല്ല, പക്ഷെ ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും. VS സുനിൽകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? അപ്പൊ ആള് സാധ്യത ഉണ്ട് ആൾക്ക്? ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും. ഉറപ്പ്. ചേട്ടാ, കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രതിസന്ധിയാണ്? ഒന്നും ബാധിക്കില്ല. 100% സുരേഷ് ഗോപി ജയിക്കും. ഉറപ്പാണ് ജയിക്കുന്നുള്ളത്. ചേട്ടാ, ഇപ്പോ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് BJPക്ക് അനുകൂലമാണ് സാധ്യത? നമ്മളെ നരേന്ദ്രമോദി ഭരിക്കുമ്പോ എങ്ങനെ ബാധിക്കാണ്ടിരിക്കുക? ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ വലിയ തരത്തില് വിലക്കെടുത്തല്ല, അതൊന്നും ആൾക്കാർ വിലക്കെടുത്തല്ല. അതൊന്നും കാണാം. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की.